ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാധുസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് അൽഫാമായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില, ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്. ഞങ്ങളിവിടെ റെഡ് ചില്ലിയും ഗ്രീൻ ചില്ലിയും അൽഫാമാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പാടെ ക്രഷ് ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ അതിലേക്ക് ജീരകവും വലിയ ജീരകവും കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഒരു പാത്രത്തിലേക്ക് തൈരും ചെറുനാരങ്ങ നീരും പിന്നെ ക്രഷ് ചെയ്ത് വെച്ച മസാലയും കൂടെ ഇതിൽ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുത്ത് ഒന്ന് പരത്തിയെടുത്തതിൻ്റെ ശേഷം അതിലൊക്കെ ലൈനിട്ട് ഓരോന്നോരോന്നായിട്ട് മസാല തേച്ചെടുത്ത്. റെഡ് ചില്ലിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കനിൽ പുരട്ടി 2 മണിക്കൂർ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച്. കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടെ അതിൽ എടുത്തിട്ടുണ്ട്. കളർ ചേർക്കുന്നത് അത്ര നല്ലതൊന്നല്ല, ഞങ്ങൾ പിന്നെ കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തെന്ന് മാത്രം. ഇത് ഗ്രീൻ ചില്ലീൻ്റെ മസാല മിക്സ് ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിരുന്നു, പക്ഷേ ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങൾ കണൽ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി പിടിക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം വെച്ചു. എന്നതിൻ്റെ ശേഷം ആദ്യം റെഡ് ചില്ലിയാണ് ഉണ്ടാക്കിയെടുത്തത്. അതിലൊന്നിൽ മസാല ഇല്ലാത്ത യാശുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചു. പിന്നെ ഇത് ഒന്ന് ഏകദേശം ഒരു പുറം ആയതിൻ്റെ ശേഷം മറ്റേ പുറവും കൂടെ വെച്ചു. പിന്നെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ റെഡ് ചില്ലി ആയതിൻ്റെ ശേഷം ഗ്രീൻ ചില്ലിയും കൂടെ വെച്ചെടുത്ത്. ഇത് പിന്നെ വലിയ പീസായതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ഇത് കുക്കായി വരാൻ. ഇത് ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഇവരാണിത് ഗ്രില്ല് ചെയ്തത്. ഞങ്ങൾ മസാലയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവരാണ് ചെയ്ത് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത്. എല്ലാം റെഡിയായി. ഞങ്ങൾ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഞങ്ങൾക്ക് കുബൂസിന് പോയിട്ട് കിട്ടിയില്ല, പൊറാട്ട കിട്ടിയത്. പിന്നെ മയോണൈസ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ അടിച്ച്. പിന്നെ ഞങ്ങളിതാ കഴിക്കുകയാണ്. യാശു കഴിക്കുന്നത്. യാശുവിന് എരില്ലാത്ത പീസ. മാധുവിന് 2 ദിവസമായിട്ട് പനിയായിട്ട് ഓൾ കിടക്കുകയായിരുന്നു, അതാണ് ഓളെ കോല അങ്ങനെ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.